ആ സമയത്ത് എനിക്ക് പിന്നെ ടെൻഷൻ ആയില്ല, കാരണം ഞാൻ ആ സമയത്ത് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ മാതാവിനെ വിളിച്ച് താഴെ ഇറക്കിയ പോലെയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഴുത്തിൽ തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പും തേനും കഴിക്കുമായിരുന്നു. എൻ്റെ ബ്രദറായാലും നാട്ടിൽ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ഫോട്ടോയിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ സർജറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ആ സമയത്ത് രണ്ടാമത്തെ സർജറിക്ക് തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, ഡോക്ടർ ഓൾറെഡി പറഞ്ഞല്ലോ നിനക്കത് 80% ക്യാൻസറസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡും എന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എനിക്കത് നെഗറ്റീവ് ആക്കി തരും. പക്ഷേ എനിക്ക് അറിയണം മാതാവിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു തെളിവ് എനിക്കൊരു സന്തോഷത്തിന് അങ്ങനെ വേണമെന്ന്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് കൊന്തയൊന്നും കയറ്റാൻ പറ്റില്ല തിയേറ്ററിലോട്ട്. അപ്പം ഞങ്ങൾ സർജറിക്ക് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ കൊന്തയുണ്ട്. എന്നെ തിയേറ്റർ റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അനസ്തേഷ്യ തരാൻ വേണ്ടി കയ്യിൽ ക്യാനിലിട്ടു. അതുവരെ എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. അപ്പം ഞാനത് മറന്നു എൻ്റെ കയ്യിൽ കൊന്തയുണ്ടെന്ന്. അപ്പോൾ ഡോക്ടറിനോട് ജിമിഷൻ നമുക്ക് അനസ്തേഷ്യ തരാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നത് എൻ്റെ കയ്യിൽ കൊന്തയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇത് എനിക്ക് വേറെ എവിടെയും വെക്കരുത്, എൻ്റെ അടുത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു അതിനെന്നാ നിൻ്റെ അടുത്ത് വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു അളക്കിലാക്കിയിട്ടത് എൻ്റെ അടുത്ത് വെച്ചു. അപ്പോൾ തന്നെ എനിക്ക് അനസ്തേഷ്യ തന്നു. ആ സർജറി ഫിനിഷായി ഞാൻ ബാക്ക് ടു കോൺഷ്യസിലോട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം അവിടെ